ചില ആളുകൾ പറയുന്നത് ഖുറാനിലെ സൂറത്തുൽ തൗബ എന്നറിയപ്പെടുന്ന 9-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ആയത്തിൽ ബഹുദൈവ വിശ്വാസികളെ കൊല്ലാനുള്ള ആഹ്വാനമാണ് ചെയ്യുന്നത്, വയലൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ഉസ്താദക്കന്മാർ പറയുന്നത് ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. 9-ാം അധ്യായത്തിലെ 5-ാമത്തെ ആയത്ത് മാത്രമേ ഇവർ പറയൂ, അതിന് മുകളിലും താഴെയുള്ള ആയത്ത് ഇവർ പറയില്ല എന്ന്. അതായത് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അഭയം ചോദിച്ച് വരുന്നവന് അഭയം കൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിട്ട്. അപ്പം കരാർ ലംഘിച്ചവരെ മാത്രമാണ് കൊല്ലാൻ പറഞ്ഞത്, ബഹുദൈവ വിശ്വാസികളെ ആകമാനമല്ല, കരാർ ലംഘനം നടത്തിയവരെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ കൊല്ലാനാണെങ്കിൽ അഭയം കൊടുക്കാൻ പറയില്ലല്ലോ എന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് ഖുറാനിലൂടെ തന്നെ ഒന്നറിയാൻ ശ്രമിക്കാം. ഇതിലെ 9-ാം അധ്യായത്തിലെ 1-ാമത്തെ ആയത്ത് പറയുന്നത്, ബഹുദൈവ വിശ്വാസികൾ ആരുമായി നിങ്ങൾ കരാറിലേർപ്പെട്ടോ അവരോട് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ബാധ്യതയില്ല എന്നാണ് 1-ാമത്തെ അധ്യായം പറയുന്നത്, 1-ാമത്തെ ആയത്ത് പറയുന്നത്. 2-ാമത്തെ ആയത്ത് പറയുന്നു, ബഹുദൈവ വിശ്വാസികളോടാണ് പറയുന്നത്, നിങ്ങൾ 4 മാസം യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു സത്യനിഷേധികൾക്ക് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾക്ക് അപമാനം വരുത്തുന്നതാണ് എന്നും അറിയിക്കുന്നുണ്ട്. പിന്നെ 3-ാമത്തെ ആയത്ത് എന്താ പറയുന്നത് വെച്ചാൽ, മഹത്തായ ഹജ്ജ് ദിവസം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അറിയിപ്പാണ്, അള്ളാഹുവിനും അവൻ്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ല. എന്നാൽ ബഹുദൈവ വിശ്വാസി പശ്ചാത്തപിക്കുകയാണ് അവർക്കുത്തമം, പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുള്ള സന്തോഷ വാർത്ത അറിയിക്കാനും പറയുന്നു. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ എന്നാണ്, അല്ലാതെ കരാർ ലംഘിച്ചവർ എന്നല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4-ാമത്തെ ആയത്ത് പറയുന്നു, എന്നാൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ കരാറിലേർപ്പെടുകയും ആ കരാറിൽ ഒരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആർക്കും സഹായം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ഇതിൽ നിന്നൊഴിവാകുന്നു. ഏതിൽ നിന്ന്? 3-ാമത്തെ ആയത്തിൽ പറയുന്ന ഈ വേദനയേറിയ ശിക്ഷയിൽ നിന്നുമായിരിക്കും, അല്ലേ? ഒഴിവാക്കപ്പെടുന്നു. ആരാണ് ഒഴിവാക്കപ്പെടുന്നത്? കരാറിലേർപ്പെടുകയും അതിൽ ന്യൂനത വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്ത ആൾക്കാർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് പറയുന്നത്. ഇനി വിവാദത്തിലായ 5-ാമത്തെ ആയത്ത് വായിക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസിയെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുകയും അവരെ പിടികൂടാൻ പറ്റുന്നിടത്ത് പിടികൂടുക, അവരെ വളയുക, അവർക്ക് വേണ്ടി പതിയിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനാണ് പറയുന്നത്. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാധിയും അത്രേ. അതായത് ഈ വിവാദമായ 5-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, വിലക്കപ്പെട്ട മാസങ്ങൾക്ക് ശേഷം, അതായത് 2-ാമത്തെ 9-ൽ 2-ാമത്തെ ആയത്തിൽ പറയുന്ന 4 മാസക്കാലം യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റില്ല. ഈ 4 മാസത്തിന് ശേഷം ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാനും അവരുടെ വഴി തടസ്സപ്പെടുത്താൻ, അത് അവർക്ക് പതിയിരിക്കാവുന്നിടത്ത് പതിയിരിക്കുക, അവരെ വളയുക, അവരെ വഴി തടസ്സപ്പെടുത്തുകയൊക്കെ പറഞ്ഞത്. ഇതിവിടെ പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ എന്നാണ്, കരാർ ലംഘനം നടത്തിയവർ എന്നല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കൊല്ലാൻ പറഞ്ഞത് ബഹുദൈവ വിശ്വാസികളെയാണ്, കരാർ ലംഘനം നടത്തിയവരെ എന്നിതിൽ പറയുന്നില്ല. മറിച്ച് പറയുന്നത് കരാർ ലംഘനം നടത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. ഈ ഒഴിവാക്കാൻ കൊല്ലേണ്ട ബഹുദൈവ വിശ്വാസികളിൽ ഒഴിവാക്കപ്പെടേണ്ട ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് കരാർ ലംഘനം നടത്തിയവരെ കൊല്ലുക എന്നല്ല ഇതിൽ പറയുന്നത്. പിന്നെ ഉസ്താദക്കന്മാർ പറയുന്നത് 6-ാമത്തെ അധ്യായം കൂടി വായിക്കണം, അതിൽ അഭയം കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൽ ഈ ഉസ്താദക്കന്മാർ പറയുമ്പം അതിലൊരു ഫോൾട്ടുണ്ട്.
കാരണം അത് ഞാനിവിടെ വായിച്ചു തരാം. 6-ാമത്തെ അധ്യായം എന്താ പറയുന്നത്? ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിങ്ങളടുത്ത് അഭയം ചോദിച്ചു വന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് അഭയം നൽകുക, എന്നിട്ട് അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുക. അപ്പം നോക്കൂ, ഈ ഉസ്താദന്മാർ പറയുമ്പോൾ എന്താ പറയുന്നത്? അഭയം ചോദിച്ചു വരുന്നവന് അഭയം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിവർ പറയില്ല. പക്ഷേ ഈ ഉസ്താദന്മാർ ഇതിലുള്ള ഒരു ഭാഗം ഒഴിവാക്കിയാണ് പറയുന്നത്. ഫുള്ളായിട്ട് പറയുന്നില്ല, പൂർണ്ണമായും പറയുന്നില്ല. കാരണം ഇതിൽ പറയുന്നത് എന്താ? ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിങ്ങളടുത്ത് അഭയം ചോദിച്ചു വന്നാൽ അവന് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് ഗ്രഹിക്കുവാനുള്ള അഭയമാണ് നൽകേണ്ടത്. അല്ലാണ്ട് അവൻ്റെ ജീവൻ അഭയം നൽകുക, അവൻ്റെ സ്വത്തിന് അഭയം നൽകുക, അവൻ്റെ ആരോഗ്യത്തിനൊന്നും അഭയം നൽകാനല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അതായത് ഈ ഖുർആൻ കേട്ട് പഠിക്കാനുള്ള അഭയമാണ് നൽകുന്നത്. അതായത് അതിൻ്റെ അർത്ഥം മതം മാറാൻ തയ്യാറായി വരുന്നവനാണ് അഭയം നൽകാൻ പറഞ്ഞത്. ഇനി ഖുർആൻ കേട്ട് അഭയം ചോദിച്ച് വരുന്ന ആൾ ഖുർആൻ കേട്ട് ഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് അഭയം കൊടുക്കണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതിൽ ഉസ്താദക്കന്മാർ പറഞ്ഞതാണോ അല്ലെങ്കിൽ എതിർവാദികൾ പറഞ്ഞതാണോ ശരി എന്നുള്ളത് നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം.